ഇത് നോർമലി ത്രെഡ് ചെയ്ത് കയറ്റിയാൽ മതി. സൈഡിൽ ഈ കോണ്ടാക്ട്സ് നോക്കുക, ഒന്നുമില്ല, ഈ ജസ്റ്റ് ഇത് കണ്ടാൽ മനസ്സിലാവും. ഈ ചാമ്പറിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യാം. കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്യുക. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് മുട്ടില്ല, എത്രത്തോളം ടൈറ്റ് ആവണോ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ്. ബാലൻസ് ചെയ്യാനായിട്ട് ഒക്കെ അൺലോക്ക് ഉണ്ടാവും ഈ ആക്സിസിനൊക്കെ. ഇത് അൺലോക്ക് ചെയ്യാം. ഫസ്റ്റ് ഈ സൈഡിലാണ് ഓരോ മടക്കിലും ഓരോ ആക്സിസിലും ലോക്ക് ഉണ്ടാവും. ഇത് അൺലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ലോക്ക് ചെയ്ത് ബാലൻസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെയും ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് വേണം ബാലൻസ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇത് അൺലോക്ക് ചെയ്യുക, അതേപോലെ ഫാൻ അൺലോക്ക് ചെയ്യുക. ബാലൻസ് ചെയ്യാനായിട്ട് പ്രോ ക്യാമറ ഉണ്ട്. ജസ്റ്റ് ലെൻസ് ഹോൾഡറാണ്. ഹെവി ലെൻസുകളൊക്കെ യൂസ് ചെയ്യും. ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ജസ്റ്റ് വെച്ചിട്ടുണ്ട്. മൗണ്ട് ചെയ്തതിന് ശേഷം മെയിൻ പ്ലേറ്റ് ഇതാ വരിക, ആ പ്ലേറ്റിലേക്ക് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ലിവർ ഉണ്ടാവും, ലിവർ വലിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായി. പിന്നെ നമ്മൾ ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം നേരെ ഇറക്കി പോകും. പിന്നെ ബാലൻസ് ചെയ്യേണ്ടത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ആക്സിസിന്റെ പേര് മൈൻഡിൽ വയ്ക്കുക. ടിൽറ്റ് ആക്സിസ്, ഇത് റോൾ ആക്സിസ്, പാൻ ആക്സിസ്. അത് ഇത് മൈൻഡിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മോഡുകൾ മനസ്സിലാവും, പിന്നെ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ബാലൻസ് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ക്യാമറയുടെ ലെൻസ് നേരേക്ക് ഫേസ് ചെയ്തിട്ട് വയ്ക്കുക. എന്നിട്ടിപ്പോൾ ഞാനിപ്പോൾ കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഒന്ന് താഴത്തേക്ക് പോകല്ലേ, അപ്പം അതിൻ്റെ അർത്ഥം ബാലൻസ്ഡ് അല്ലാതാണ്. അപ്പം നമ്മൾ എങ്ങോട്ടാണോ ലോഡ് പോകണത് അതിൻ്റെ ഓപ്പോസിറ്റ് മൂവ് ചെയ്തിട്ടാണ് ബാലൻസ് ചെയ്യുക. ഈ നോബ് ലൂസ് ചെയ്യുക. ഇപ്പം ലോഡ് ഇങ്ങോട്ടല്ല ഫ്രണ്ടിക്ക്, അപ്പം നേരെ ഓപ്പോസിറ്റ് മൂവ് ചെയ്യുക. മൂവ് ചെയ്തിട്ട് പിന്നെ സ്റ്റേബിളായി നിന്ന് കഴിഞ്ഞാൽ ബാലൻസ് നോബ് ടൈറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസ് പ്ലേറ്റ് ഇല്ലേ, ഇപ്പം ഞാൻ കൈ എടുത്തു, ഇങ്ങനെ ക്യാമറ പൊസിഷൻ പിടിക്കുക. എൻ്റെ കൈ എടുക്കുമ്പോൾ പോകുമ്പോൾ ഇത് ബാലൻസ്ഡ് അല്ല. അപ്പം നമ്മൾ ഈ ലിവർ റിലീസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങോട്ടല്ലേ ലോഡ് പോകണേ, അപ്പോൾ ഓപ്പോസിറ്റ് മൂവ് ചെയ്തിട്ട് അതൊക്കെ മൂവ് ചെയ്ത് സെൻറ്റർ വെയ്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ബാലൻസ്ഡ് ആയി. ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ ടിൽറ്റ് ആക്സിസിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾ ആക്സിസ്. റോൾ ആക്സിസ് ജസ്റ്റ് അൺലോക്ക് ചെയ്യുക. അപ്പോൾ ലോഡ് ഇങ്ങോട്ടല്ല പോകണം, ഇവിടെ ഒരു ലിവറിൽ ഇത് അൺലോക്ക് ചെയ്തതിന് ശേഷം വെയിറ്റ് പോകണതിൻ്റെ ഓപ്പോസിറ്റേക്ക് മൂവ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ സ്റ്റേബിളായി നിന്ന് ബാലൻസ്ഡ് ആയി. നോബ് ടൈറ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ബാലൻസിങ്ങിലെ പാൻ ആക്സിസ് ബാലൻസ്ഡ് ആണോ നോക്കണം. നമ്മൾ ജസ്റ്റ് സിമ്പിൾ ചെരിച്ച് കഴിഞ്ഞാൽ ബാലൻസ്ഡ് അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകും. അപ്പോൾ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ലോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ ലിവർ ലൂസ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് ഫോളോ ചെയ്ത് പോകണില്ലേ, ഏറ്റവും പോകണതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ സ്റ്റേബിളായി നിന്ന് കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആയി. ടൈറ്റ് ചെയ്യുക. ഈ 3 ആക്സിസും എപ്പോഴും ബാലൻസ് ചെയ്ത് പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം നമ്മുടെ മൂവ്മെൻറ്റ് സ്മൂത്ത് ആയിരിക്കും. പിന്നെ ബാറ്ററി ബാക്കപ്പ് കുറേ നേരം കിട്ടും. അതേപോലെ മോട്ടറിൻ്റെ ഹെൽത്ത് കുറേ നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യും. അൺബാലൻസ്ഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ജിംബൽസ് പൊതുവെ കംപ്ലൈൻസ് വർക്ക് ചെയ്യില്ലേ മോട്ടർ, അല്ലെങ്കിൽ വർക്ക് ചെയ്യും, പക്ഷെ ആ ലോഡ് എടുക്കണ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ജിംബലിനും ലോഡ് ഉണ്ടാവില്ല, സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്തില്ല. പവർ ബട്ടൺ വരുന്നത് ഈ സൈഡിലാണ്. ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓണാവും. ഫസ്റ്റ് ടൈം ആയിരുന്നു ആക്ടിവേഷൻ ചെയ്യേണ്ടി വരും. അതേപോലെ ഫേംവെയർ അപ്ഡേഷൻ ഉണ്ടാവും. അപ്പോൾ കുറച്ച് നേരം പിടിക്കും, ടൈം ഒന്ന് പോസ് ചെയ്ത് നോക്കും. ബട്ടൺ ഇല്ലേ, ബട്ടണും ട്രിഗറും കൂടിയിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഫ്രണ്ടിലെ ട്രിഗറിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കാലിബ്രേഷൻ സ്റ്റാർട്ട് ആവും. ഓട്ടോമാറ്റിക് കാലിബ്രേറ്റ് ചെയ്യും. ആദ്യം ടിൽറ്റ് ഷിവർ ചെയ്യും, റോള് അതുപോലെ പാന് നമുക്ക് കാലിബ്രേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള പേലോഡിനനുസരിച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക് ടോൺ ചെയ്തെടുക്കണം സ്പീഡ്. ഇത് ബാലൻസിങ് നമ്മൾ മാനുവലൈസ് ചെയ്യണം. ഓട്ടോ ടോണ് ഇത് ചെയ്യുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസിൽ തന്നെ വെച്ചിട്ട് ചെയ്തു. പിന്നെ ഇതിലെ മോഡുകൾ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ,
ഇതിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. PTF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻഷൻ ചെയ്യുന്നത് പാനും പിന്നെ ടിൽറ്റുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ മോഡലായിരിക്കും. നമ്മളിപ്പോൾ പാൻ ചെയ്യുകയാണെങ്കിൽ ആ മൂവ്മെന്റ് ഫോളോ ചെയ്യും. കണ്ടോ, ഇപ്പം ഞാൻ പാൻ ചെയ്യണതിനനുസരിച്ചിട്ട് അതേപോലെ ടിൽറ്റും ഫോളോ ചെയ്യും. നമ്മൾ ഒരാൾ സ്റ്റെയർ കേസിൽ നിന്ന് ഇറങ്ങി ഷോട്ടൊക്കെ എടുക്കും. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ആ മൂവ്മെന്റ് ഫോളോ ചെയ്യും. പാൻ ചെയ്യുമ്പോൾ PTF ടിൽറ്റും ഫോളോ ചെയ്യും. നേരെ നമ്മൾ സെൻട്രൽ PF എന്ന് പറഞ്ഞ മോഡ് അതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിൽറ്റ് ഫോളോ ചെയ്യില്ല. അപ്പം നേരത്തെ ഞാൻ ടിൽറ്റ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യണ്ടാവും, ലോക്കായിട്ട് നിൽക്കും. പാൻ മാത്രം ഫോളോ ചെയ്യും. പിന്നെ ഏറ്റവും അടിയിൽ ഇത് FPV എന്ന് പറഞ്ഞിട്ടുള്ള മോഡാണ്. FPV ആണെങ്കിൽ എല്ലാ ആക്സിസും ഫോളോ അല്ലായിരിക്കും. നമ്മൾ ഇങ്ങനത്തെ മൂവ്മെന്റ് ഒക്കെ എടുക്കില്ലേ, GST ഒന്നല്ല. ഇതൊക്കെ നമ്മളിങ്ങനെ പഠിക്കുക യൂസ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ടി വരും. FPV ആകുമ്പോൾ എല്ലാ ആക്സസും ഫോളോ അല്ലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂവ്മെന്റ് ഫോളോ ചെയ്യും. അതേപോലെ പാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യും. അതേപോലെ റോൾ ചെയ്യില്ലേ നമ്മളിങ്ങനെ, അല്ല റോൾ ചെയ്യുമ്പോൾ ആ മൂവ്മെന്റ് ഫോളോ ചെയ്യും. FPV എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ഒരു മോഡ് ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ലോക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സ്ലൈഡിങ് ഷോട്ട്സ് ഒക്കെ എടുക്കില്ലേ. ലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ട്രിഗർ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ലോക്കായി. ഇപ്പം ഞാൻ അങ്ങോട്ട് പാൻ ചെയ്താലോ ടിൽറ്റ് ചെയ്താലോ ഒന്നും മൂവ് ചെയ്യില്ല, അവിടെ തന്നെ സ്റ്റേബിളായിട്ട് ഇരിക്കും. മെയിനായിട്ട് നമ്മളിങ്ങനെ സ്ലൈഡിങ് ഷോട്ട്സ് ഒക്കെ എടുക്കില്ല, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഹോൾഡ് ചെയ്ത് പിടിക്കണമെന്നില്ല, ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ ടച്ച് ചെയ്ത് കൊടുത്താൽ എന്നിട്ട് റിലീസ് ചെയ്താലും ലോക്കിലായിരുന്നു. പിന്നെയുള്ള മോഡുകളൊക്കെ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 3D റോള് അങ്ങനെയുള്ള മോഡുകളൊക്കെ വരും. നമുക്ക് 360 ഒക്കെ ചെയ്യില്ല അതിനുള്ളത്. ഇത് സ്ട്രൈറ്റ് വരില്ല, ഇതിങ്ങനെ പിടിച്ചിട്ട് വേണം ആള് പാനിങ്. ഇത് 360 മറ്റേ ബാരൽ റോള്. മെയിനായിട്ട് നമുക്ക് PF ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുക. PF ഇട്ടിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുക. പിന്നെ നമ്മളെ സ്റ്റഡി ആയിട്ട് ഇങ്ങനത്തെ ഷോട്ടൊക്കെ എടുക്കും. ഇപ്പം തിരിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ തിരിഞ്ഞ് തന്നെ ഷോട്ടുകളൊക്കെ എടുക്കും. അതിന് നമുക്ക് യൂസ് ചെയ്യും. പിന്നുള്ളത് PTF, അത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സീക്വൻസ് ഇല്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സ്ലൈഡിങ് ഷോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്ലൈഡിങ് ഷോട്ട് എടുക്കും. ഇപ്പോൾ പിന്നെ PF ഇട്ടിട്ട് എടുക്കുകയെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ ജസ്റ്റ് നടന്നു പോകുന്ന ഷോട്ടാണ്. അത് ലെഫ്റ്റിക്കും റൈറ്റിക്കും തിരിയുണ്ട്. ആ ഷോട്ട് മാത്രമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ PF-ൽ ഓക്കെ. ഇപ്പോൾ PF-ൽ ഇട്ടിട്ട് ആള് ലെഫ്റ്റിക്ക് തിരിയാണെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് അങ്ങനെ ഫോളോ ചെയ്തിട്ട് അങ്ങനെ പോകും. നേരെ മറിച്ച് ഈ ആള് നടന്നൊരു സ്റ്റെയർ കയറി പോകുന്ന ഷോട്ടാണ് വയ്ക്കുക. അപ്പം നമുക്ക് PF-ൽ ഇട്ടിട്ട് പിടിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആള് സ്റ്റെയർ കയറി പോകുമ്പോൾ ടിൽറ്റും കൂടി ചെയ്യണ്ടേ. അപ്പം നമ്മൾ PTF-ൽ ഇട്ടിട്ട് ചെയ്യും. പിന്നെ നല്ല ഇന്റീരിയർ കാണിക്കാൻ മെയിനായിട്ട് ബാലൻസിങ് സെറ്റ് ആക്കിയാൽ മതി, സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ആ മോഡ് ഒന്ന് PF, പിന്നെ PTF, പിന്നെ FPV, പിന്നെ 360, പിന്നെ വരുന്നത് മറ്റേ കസ്റ്റം ചെയ്തിട്ടുള്ള ഒരു മോഡ്, പിന്നെ ലോക്ക് മോഡ്.